ഫ്രണ്ട്സ് ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4, 6 എത്രയാവും, പക്ഷെ 3 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അത് എപ്പോഴും ഒരു തോൽവിയാണോ എന്ന് തോന്നാറുണ്ട്. അത്ര വലിയ തോൽവിയല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ 2 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, ഒരാൾ മറ്റൊരാളായിട്ട് നല്ല ഫ്രണ്ടും ആയിരിക്കും. 3 പേരും തമ്മിലുള്ള കണക്ഷൻ അത് എത്രത്തോളം എപ്പോഴൊക്കെ കറക്റ്റ് ആവും എന്നറിയില്ല. എന്തായാലും ഇന്ന് എനിക്കൊരു സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും ആളിറങ്ങാനുമായി. അങ്ങനെ 3 പേരടങ്ങുന്ന സംഘം, ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നുമല്ല, കസിൻസും അല്ല, എന്റെ സിസ്റ്ററിൻ ലോയും ഞാനും. ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിനുള്ള ചാൻസും ഹോപ്പും കൂടുതലാണ്. അപ്പൊ പിന്നെ തുടക്കത്തിലെ ഡയലോഗോ അത് എന്റെ 2 എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രം. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാ പോകുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ 2 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, മൂന്നാമത്തെ ആള് ഒരാളായിട്ട് ഭയങ്കര ഫ്രണ്ട് ആയിരിക്കും. അതുകൊണ്ട് ആ ടീമിൽ കയറി പറ്റിയതായിരിക്കും. ചിലപ്പോൾ സമയത്ത് അതൊരു ഈഗോ ക്ലാഷിന് ചാൻസ് ഉണ്ടാവാറുണ്ടോ എന്നൊരു ഡൗട്ട്. അതാണ് ആ സ്റ്റോറിയുടെ ഒരു എൻഡിങ്. അപ്പൊ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് വരാം. ചെറിയ ലോ കോമ്പിനേഷൻ, അതായത് നമുക്ക് ജനിക്കാതെ പോയ അനിയത്തി എന്നൊക്കെ നമുക്ക് സെൻഡി അടിക്കാമെങ്കിലും ആൾ എന്റെ ചേച്ചിയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആളുടെ ഐഡിയക്കാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നത്. ഞാൻ പിന്നെ പുതിയതായതുകൊണ്ട് എനിക്കിതെല്ലാം ജസ്റ്റ് ഫോർ കൗതുകം.